ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുവാണല്ലോ അല്ലേ? അപ്പം ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു സോഫ്റ്റായിട്ടുള്ളൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാവേ. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ 4 മണിക്കൂർ കുതിർത്ത് വെച്ച ഒരു ഏകദേശം 3 കപ്പോളം അരി ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു 1/2 ഗ്ലാസ് തേങ്ങാവെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ഏകദേശം 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. കാരണം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു 1.5 പിടി തേങ്ങയും കൂടി ചേർക്കണം. അപ്പോൾ ഞാൻ എടുത്തു വെച്ച സാധനങ്ങളുടെ അകത്തേക്ക് ഇപ്പം ഞാൻ ആ തേങ്ങ ചേർക്കാൻ പോവുകയാണ്. 1.5 പിടി തേങ്ങയുണ്ട്. ഓൾറെഡി തേങ്ങാവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഒരു 1.5 പിടി തേങ്ങയും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം നമ്മളിതിനകത്തോട്ട് ചോറ് ചേർത്തിട്ടില്ല. നമുക്ക് ചോറും കൂടി ചേർത്തിട്ട് വേണം നല്ല രീതിയിൽ അരച്ചെടുക്കാൻ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഈ ഇട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇപ്പം നോക്കുമ്പോൾ ഒരുപാട് വെള്ളം ഉള്ള പോലെ തോന്നും, പക്ഷേ നമ്മൾ ചോറിട്ട് കഴിയുമ്പോൾ റെഡിയാകും. ഇനി നമുക്കിതിനകത്തേക്ക് 1 കപ്പ് ചോറ്. അപ്പോൾ ഞാൻ 3 കപ്പ് അരി എടുത്തെന്ന് പറഞ്ഞല്ലോ. ഈ സെയിം കപ്പിന് 3 കപ്പ് അരിയാണ് എടുത്തത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ 1 കപ്പിൽ തന്നെ 1 കപ്പ് ചോറും കൂടെ ചേർക്കുകയാണ്. ഇനി ചോറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അവൽ ചേർക്കാം കേട്ടോ. അവൽ ചേർത്താലും ഇതേപോലത്തുള്ള സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഞാൻ ഈ ചോറും കൂടി ചേർത്തിട്ട് ഇനി വേണം ഇത് നമ്മൾ നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാനായിട്ട്. കാരണം നമ്മളുടെ പാലപ്പം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ എപ്പോഴും അതിൻ്റെ മാവിനകത്ത് തരിയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ടുള്ള മാവാണെങ്കിൽ മാത്രമാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാനിതെല്ലാം അരച്ചെടുത്തൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ എടുത്തു കേട്ടോ. ഒരു 1.5 മണിക്കൂറിന് ശേഷമുള്ള മാവാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഞാനുണ്ടല്ലോ എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ. എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ട് നോക്കി നമ്മൾ. ഇനി ഇതിൻ്റെ സോഫ്റ്റ്നെസ് നമുക്ക് പാലപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മനസ്സിലാവേ. അപ്പം ഞാനൊരു ഏകദേശം ഒരു 1.5 മണിക്കൂർ വെച്ചിരുന്നതാണ്. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. അപ്പം ഞാനിത് ഉപ്പൊക്കെ ചേർത്ത് നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാലപ്പം ഉണ്ടാക്കാം. ചട്ടി വെച്ച് ചൂടായി അതിലേക്ക് 1 തവി മാവ് നമുക്ക് ഒഴിക്കാവേ. 1 തവി മാവ് ഞാൻ ഇപ്പം ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് പാലപ്പത്തിൻ്റെ ഷേപ്പിലൊന്ന് നല്ല രീതിയിലൊന്ന് റൗണ്ടാക്കി ചുറ്റിച്ചെടുക്കാം. ഓക്കെ, അപ്പം നോക്കിയേ, എനിക്ക് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം മാവ് സോഫ്റ്റ് ആണെന്ന് കണ്ടോ. അപ്പോൾ ഞാൻ ആ മാവ് നല്ല രീതിയിൽ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇപ്പം തന്നെ നല്ല ബബിൾസൊക്കെ വരാൻ തുടങ്ങി കണ്ടോ. ആ കുമള വരാൻ തുടങ്ങി. എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തന്നെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു മിനിറ്റ് 1 മിനിറ്റ് മുതൽ 1.5 മിനിറ്റ് വരെ ആയിക്കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ അത് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നോക്കി ഞാൻ ഏകദേശം 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. പാലപ്പം എല്ലാം ചട്ടിയുടെ സൈഡിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് കേട്ടോ. എനിക്ക് നല്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ്. സോഫ്റ്റ് മാത്രമല്ല കേട്ടോ, നല്ല ടേസ്റ്റുമാണ് പാലപ്പത്തിന്. വെറുതെ നമുക്ക് തിന്നാം, കറിയൊന്നും വേണമെന്നില്ല. അതുപോലെ നല്ല സോഫ്റ്റാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാവേ. ഓക്കെ, അപ്പം അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ല സോഫ്റ്റ്, എത്രത്തോളം സോഫ്റ്റാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാലപ്പമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കമൻറ്റിലൂടെ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ. ഓക്കെ, അപ്പം ബൈ ഫ്രണ്ട്സ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.